വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. എം മുകേഷ് എംഎൽഎയുടെ രാജി ഉടൻ വേണ്ടെന്ന് CPIM സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റാനുള്ള സെക്രട്ടേറിയറ്റ് തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, EP ജയരാജനെ നീക്കുന്ന തീരുമാനം സംസ്ഥാന കമ്മിറ്റി എടുത്തു കഴിഞ്ഞു. പകരം ആളിന്റെ പേരും തീരുമാനത്തിലായി എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് ഇതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത്? കാരണം അത് വന്നു കഴിയുമ്പോഴാണല്ലോ കൃത്യമായ ഒരു കാരണങ്ങളിലേക്ക് പാർട്ടി ഒരു ഔദ്യോഗികമായ നിലപാട് വ്യക്തമാക്കുന്നത്. ക്രിസ്ത്യന, ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നു EPയെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ചത്. നാടകീയമായ സംഭവങ്ങളൊക്കെ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അരങ്ങേറുകയും ചെയ്തു. ഏതായാലും ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി ആ തീരുമാനം അംഗീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, പകരം ചുമതല TP രാമകൃഷ്ണ എന്നുള്ള കാര്യത്തിലും തീരുമാനമായി. കാരണം TP രാമകൃഷ്ണൻ LDF കൺവീനർ സ്ഥാനത്ത് ചുമതലയേൽക്കാം എന്നുള്ള കാര്യം അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം AK ബാലനെയും പരിഗണിച്ചിരുന്നു. എന്നാൽ AK ബാലൻ ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്ന് അദ്ദേഹം തന്നെ അറിയിച്ചതിനെ തുടർന്നാണ് മറ്റൊരു പേരിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തായാലും BJP ബാന്ധവ വിവാദം അതാണ് EP ജയരാജന്റെ സ്ഥാനം തെറിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് ദിവസം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിക്കൊണ്ട് EP ജയരാജൻ താൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യം തുറന്ന് സംബന്ധിച്ചായിരുന്നു ഈ വിവാദങ്ങളുടെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയ ഒരു രംഗമെന്ന് പറയുന്നത്. അതിനു മുൻപ് ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം, അതേപോലെ തന്നെ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചും മുന്നണിയെ സംബന്ധിച്ചും വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ EP ജയരാജന്റെ നടപടി എന്നുള്ള കാര്യത്തിലേക്ക് CPM തീരുമാനിച്ചിരുന്നില്ല, ആലോചിച്ചിരുന്നില്ല. കാരണം അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ള രാഷ്ട്രീയ പ്രചരണം അത് CPM ആയുധമാക്കുന്നതിനെതിരെ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന് വെട്ടിവെച്ചു കൊടുക്കുന്ന, തങ്ങളെ അടിക്കാൻ വെട്ടിവെച്ചു കൊടുക്കുന്ന വടിയാകും അത് എന്നുള്ളതായിരുന്നു CPMന്റെ വിലയിരുത്തൽ. എന്നാൽ അതിനുശേഷം ഘടകകക്ഷികളുടെ സമ്മർദ്ദം, അതേപോലെ തന്നെ പാർട്ടിയിലെ ചില ഉന്നത നേതാക്കളുടെ അഭിപ്രായം അതടക്കമുള്ള കാര്യങ്ങൾ അത് CPMനെ സംബന്ധിച്ച് ഈ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഈ തീരുമാനത്തിലേക്ക് അവരെ നയിച്ചു. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയത്തിൽ EP BJP ബാന്ധവ വിവാദത്തിൽ വിഷയത്തിൽ എന്തുകൊണ്ട് EP LDF കൺവീനർ സ്ഥാനത്ത് നീക്കുന്നില്ല എന്നുള്ള കാര്യം അത് CPI സമ്മർദ്ദമായി ഉയർത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിന് തുടക്കമിട്ടത്. ശേഷം താൻ രാജിവെക്കാൻ സന്നദ്ധനാണെന്ന് EP ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിച്ചു. ഇതേ തുടർന്ന് മന്ത്രി VN വാസവൻ ഈ തീരുമാനം നേരത്തെ ആകേണ്ടതാണ് എന്നുള്ള കാര്യം ഒരു അഭിപ്രായമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിച്ചപ്പോൾ EP ജയരാജന് ക്ഷുഭിതനായി അദ്ദേഹം മടങ്ങുകയായിരുന്നു. ശേഷം ഇന്നലെ തന്നെ അദ്ദേഹം AK സെന്ററിന്റെ മുൻവശത്തുള്ള ചിന്താ ഫ്ളാറ്റിലെ മുറിയൊഴിഞ്ഞു. ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ കണ്ണൂരിലേക്ക് അദ്ദേഹം തിരിക്കുകയും ചെയ്തു. ഏതായാലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അംഗീകാരം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നു. LDF കൺവീനർ സ്ഥാനത്ത് EP ജയരാജനെ നീക്കി പകരം TP രാമകൃഷ്ണ ആ ചുമതല നൽകിയിരിക്കുന്നു. അദ്ദേഹവും അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചു. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം അത് മുകേഷിനെ സംരക്ഷിച്ചുള്ള നിലപാടാണ് CPMന്റെ എന്നുള്ളതാണ്. ഇത്രയധികം വിഷയവും വിവാദവും MLA സ്ഥാനത്ത് നിന്ന് M മുകേഷ് രാജിവെക്കണം എന്നുള്ള ആവശ്യവും ശക്തമായിരിക്കെ രാജി ഇപ്പോൾ ആവശ്യമില്ല, അല്ലെങ്കിൽ തിടുക്കപ്പെട്ട് രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് CPMന്റെ ഇക്കാര്യത്തിലെ നിലപാട്. ആരോപണം ഉയരുമ്പോൾ രാജി എന്നുള്ളത് ഒരാവശ്യമല്ല, അത് പകരം വിശദമായ പരിശോധനയും അതേപോലെ തന്നെ വിശദീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്കും കടക്കാമെന്നുള്ളതാണ് CPMന്റെ തീരുമാനം. അങ്ങനെ M മുകേഷ് ലൈംഗികാരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം കൂടി ഇന്നത്തെ CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം CPM എടുക്കുന്നുണ്ട്. അതോടുകൂടി മുകേഷിന് CPMന്റെ പൂർണ്ണ പിന്തുണ, അതല്ലെങ്കിൽ മുകേഷിനെ CPM സംരക്ഷിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ട് 3:30 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അപ്പോഴറിയാം. ശരി, CPM സംസ്ഥാന കമ്മിറ്റിയിലെ തീരുമാനങ്ങൾ, ചർച്ചകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തറാണ്. EP ജയരാജന്റെ പ്രതികരണം, തുടർ നീക്കങ്ങൾ, ഇതൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ 3:30 CPM സംസ്ഥാന സെക്രട്ടറി നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനവും ഏറെ നിർണായകമാണ്. M മുകേഷ് MLAയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നതും നാം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സിനിമാരംഗം വിവാദങ്ങളിൽ മുങ്ങി നിൽക്കുന്നതിനിടെ മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അല്പസമയത്തിനകം കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് മാധ്യമങ്ങളെ കാണുക. വിവരങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് ചേരുന്നു. സലീം, ഈ വിവാദങ്ങൾ, ഇത്രയധികം വിഷയങ്ങൾ വരുമ്പോഴും വളരെ മുതിർന്ന താരങ്ങൾ ഇതിൽ പ്രതികരിക്കുന്നില്ല, മോഹൻലാൽ അടക്കം പ്രതികരിക്കുന്നില്ല എന്ന ആരോപണങ്ങൾ വന്നിരുന്നു. അതിനുശേഷം അമ്മയിൽ നിന്ന് അദ്ദേഹത്തിന്റെ രാജി ഉണ്ടാകുന്നു. ഈ രാജിക്ക് ശേഷം ആദ്യമായാണ് മാധ്യമങ്ങളെ കാണുന്നത്. അപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രതികരണങ്ങൾക്ക് മോഹൻലാൽ തയ്യാറാകാനിടയുണ്ടോ?
ഇന്നലെ നമുക്ക് ലഭിച്ച അറിയിപ്പ്. പക്ഷേ ഇപ്പോഴും ആ വിഷയത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കാരണം മോഹൻലാലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിനുള്ള സാധ്യത ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരും. കാരണം ഇത് ഇപ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന ഈ പരിപാടി, മോഹൻലാൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പരിപാടി, അവിടെ ഈ 6 ക്രിക്കറ്റ് ടീമുകളുടെയും വിവിധ താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം 2:30-ക്ക് അടുത്ത പരിപാടി മോഹൻലാലിനുണ്ട്. അത് ബേബി ജോൺ അനുസ്മരണമാണ്. ആ പരിപാടിക്കും ഇതിനും ഇടയിൽ ഏത് സമയത്ത് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. ഇന്നലെ ആ നിലയിൽ മോഹൻലാൽ ഇവരുമായി, അതായത് KCA അധികൃതരുമായി സംസാരിച്ചിരുന്നു. മാധ്യമങ്ങളെ കാണാൻ സൗകര്യം ഒരുക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അതിനനുസരിച്ചാണ് KCAയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടരുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പരിപാടിയുടെ ഔദ്യോഗിക ലോഞ്ചിങ് നടന്നതിന് ശേഷം മാത്രമേ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരൂ. സ്വാഭാവികമായും നേരത്തെയും മോഹൻലാൽ മാധ്യമങ്ങളെ കാണും, ഒരു ദിവസം കാണുമെന്ന് അറിയിച്ചിരുന്നതാണ്. അതിനുശേഷമാണ് അതിന് തൊട്ട് തലേ ദിവസം മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഈ താരങ്ങളും അമ്മ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെച്ചത്. അതോടുകൂടി മാധ്യമങ്ങളെ കാണുക എന്നുള്ള അവസരത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. പിന്നാലെ വലിയ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ മറുപടി പറയാതെ ഒളിച്ചോടി എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ വരുന്ന പശ്ചാത്തലത്തിലാണ് മോഹൻലാൽ വീണ്ടും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത തേടുന്നത്. ഇന്ന് ഈ പരിപാടി കൂടാതെ ഇനിയും 2 പരിപാടികൾ കൂടി മോഹൻലാലിന് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അതിലൊന്ന് ബേബി ജോണിന്റെയും ഗാന്ധിമതി ബാലന്റെയും അനുസ്മരണമാണ്. അത് 2:30-ന് വഴുതക്കാട് വെച്ചാണ് നടക്കുന്നത്. വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ വെച്ചാണ് ആ പരിപാടി നടക്കുക. അതിനുശേഷം വൈകുന്നേരം 4 മണിക്ക് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ അവാർഡ് ആണ്. അതിൽ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ മോഹൻലാലിനൊപ്പം വേദി പങ്കെടുക്കുക എന്നാണ് അറിയുന്നത്. അങ്ങനെ 3 പരിപാടികളാണ് തിരുവനന്തപുരത്ത് ഇന്ന് മാത്രം മോഹൻലാൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തലേ ദിവസം തന്നെ മോഹൻലാലിനെ അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ റിപ്പോർട്ട് കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മറ്റെല്ലാ പൊതുപരിപാടികളിൽ നിന്നും നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം. വാർത്തകൾ തുടരുന്നു. മുൻപ് പറഞ്ഞ വാർത്തയിലേക്ക് തന്നെയാണ്. സിനിമാ രംഗം വിവാദങ്ങളിൽ നിൽക്കുന്നതിനിടെ മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് സലീം മാലിക്കാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. സലീം മാലിക്, കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനത്തിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണും. പക്ഷേ ഇവിടെ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഇതുവരെ മൗനം പാലിച്ച ആൾ, ഒപ്പം തന്നെ എംഎൽഎ രാജിക്ക് ശേഷം പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും ഒരു നിലപാടും വ്യക്തമാക്കാതിരുന്ന മോഹൻലാൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് സാധ്യതയുണ്ടോ, അതോ ഈ കേരള ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാനാണോ സാധ്യത എന്ന ചർച്ച നടക്കുകയാണല്ലോ ഇപ്പോൾ. പിന്നെ സ്വാഭാവികമായും ഇന്ന് ഈ വേദിയിൽ വെച്ച് മോഹൻലാൽ അങ്ങനെ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ അത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ കാര്യം മാത്രം പറഞ്ഞു പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഈ വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെടെ പ്രതികരിക്കും എന്നായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് ലഭിച്ച അറിയിപ്പ്. പക്ഷേ ഇപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ എത്തിയതിനു ശേഷം ഉള്ള ഡെവലപ്മെന്റ്, അത് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോഴും ഇന്നും മോഹൻലാൽ മാധ്യമങ്ങളെ കാണാതെ ഒഴിഞ്ഞു മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ വ്യക്തത വരിക ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. ഇപ്പോൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിങ് ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് 12 മണിക്ക് ഷെഡ്യൂൾ ചെയ്ത ചടങ്ങാണ്. അത് അരമണിക്കൂർ വൈകിയാണ് പരിപാടി ആരംഭിച്ചത്. ഇതിനുശേഷം മോഹൻലാലിൽ നിന്ന് 2 പരിപാടികൾ കൂടിയുണ്ട്. അത് ഒന്ന് 2:30-ക്ക് വഴുതക്കാട് വെച്ചും മറ്റൊന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ 4 മണിക്കുമാണ്. ആ പരിപാടികൾക്കൊക്കെ മോഹൻലാലിന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ കാണാതെ തന്നെ ഇന്നും മടങ്ങുമോ എന്നുള്ള കാര്യമാണ്. ഇപ്പോഴെന്തായാലും മോഹൻലാലിനെ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. മോഹൻലാൽ വേദിയിലേക്ക് കയറുകയാണ്. അതായത് ഈ വിവാദങ്ങൾക്ക് ശേഷം ഇതാദ്യമായി മോഹൻലാൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ആ പൊതുപരിപാടിയുടെ വേദിയിൽ മോഹൻലാൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ലോഞ്ചിങ് ചടങ്ങിലെങ്കിലും എന്തെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം മോഹൻലാൽ സംസാരിക്കുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. അതിനപ്പുറം തന്നെ മാധ്യമങ്ങളോട് മോഹൻലാൽ സംസാരിക്കും എന്ന് തന്നെ നമ്മൾ ഈ ഘട്ടത്തിലും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറെ ദിവസങ്ങൾക്ക് ശേഷം മോഹൻലാൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു. അതും ഒരേ ദിവസം തലസ്ഥാനത്ത് തന്നെ 3 പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യ ദിവസങ്ങളിൽ ഈ വിവാദമായി ഉയർന്നപ്പോൾ മോഹൻലാൽ തനിക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന പ്രധാന പരിപാടികളൊക്കെ തന്നെ മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഈ പരിപാടി, അത് ഇതിന്റെ ഈ KCLന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ ഇത് ഒരു വിധത്തിലും മാറ്റിവെക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മോഹൻലാൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ഇന്നലെ രാത്രി 11 മണിയോടെയാണ് മോഹൻലാൽ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചത്. അതിന് പിന്നാലെ ഇപ്പോഴും നമ്മൾ ആ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെയും
ഈ വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ അമ്മ നേതൃയോഗത്തിന് ശേഷം സംസാരിക്കാം, മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിരുന്നതാണ്. അതിന് പിന്നാലെ അമ്മ ഭരണസമിതി ആകെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടുകൂടി മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടതുമില്ല. അതിനു പിന്നാലെ തന്നെ വലിയ വിമർശനം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ ഉയരുകയും ചെയ്തിരുന്നു. ഈ കൂട്ടരാജി അത് ഭീരുത്വമാണ്, അത് മാധ്യമങ്ങളെ കാണാതെയുള്ള പേടിച്ചോട്ടമാണ് എന്നതുൾപ്പെടെയുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്നാൽ അങ്ങനെ ഒരു ഭീരുത്വമല്ല താൻ നടത്തിയത് എന്നതുൾപ്പെടെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മോഹൻലാലിന്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മോഹൻലാൽ ആ ദിവസങ്ങൾക്ക് ശേഷം പനിയും വിശ്രമവും എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യം പങ്കെടുക്കുന്ന പൊതുപരിപാടി എന്ന വാർത്താമഴ തുടരുന്നു. സലീം മാലിക്കിലേക്ക്. സലീം, മോഹൻലാൽ പ്രതികരിക്കുമോ ഇല്ലയോ എന്നതാണല്ലോ ഇപ്പോഴത്തെ ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട ഈ സംഘാടകർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാധ്യമങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകാറുണ്ടല്ലോ. കാരണം ഇത്ര സമയമാണുള്ളത്, അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ പരിമിതപ്പെടുത്തണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത്. അത്തരത്തിൽ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ മാധ്യമങ്ങൾക്ക്? ക്രിസ്റ്റീന, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന വേദി, അതായത് ഈ മോഹൻലാൽ പങ്കെടുക്കുന്ന വേദി, അതൊരു വലിയ വേദിയാണ്. നമ്മൾ അതിൽ ഏറ്റവും പുറകുവശത്തായാണ് മാധ്യമപ്രവർത്തകർ ഇരിക്കുന്നത്. ഇതുവരെയും ഇതിന്റെ സംഘാടകർക്ക് ആ നിലയിൽ ഒരു ഔദ്യോഗിക കമ്മ്യൂണിക്കേഷൻ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ട ഒരുക്കങ്ങളൊന്നും ഇവിടെ നടത്തിയിട്ടുമില്ല. ഇതേ KCA അധികൃതർ തന്നെയാണ് ഇന്നലെ മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിക്കും. മോഹൻലാൽ തന്നെയാണ് അക്കാര്യം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാമോ എന്നാവശ്യപ്പെട്ടത് എന്നാണ് അറിയിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ പ്രതികരിക്കും എന്നായിരുന്നു ഇന്നലെ KCL-മായി ബന്ധപ്പെട്ട ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശം. അതിനുശേഷമാണ് നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ ആ നിലയിൽ ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിരുന്നില്ല. മാത്രമല്ല, അത്തരത്തിൽ ചോദിച്ചപ്പോൾ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അല്പസമയം കൂടി കഴിയുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് എന്തായാലും ഉത്തരം വരും. കാരണം കേരളം കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ പ്രതികരണം അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളുമായി മോഹൻലാൽ സംസാരിക്കും എന്ന് തന്നെയാണ്. നിലവിൽ ഈ പരിപാടിയിൽ അല്പസമയത്തിനകം തന്നെ അഭിസംബോധന ചെയ്ത് മോഹൻലാൽ സംസാരിക്കും. ആ പ്രസംഗത്തിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിവാദ വിഷയങ്ങൾ പരാമർശിച്ച് മോഹൻലാൽ പോകുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. നിലവിൽ പക്ഷേ അങ്ങനെ വിവാദ വിഷയങ്ങൾ സംസാരിക്കേണ്ട വേദിയല്ല ഇത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ, അത് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിങ് ആണ്. അത് അല്പസമയം മുൻപാണ് മോഹൻലാൽ വേദിയിലെത്തി നിർവഹിച്ചത്. 6 ടീമുകൾ പങ്കെടുക്കുന്ന സെപ്റ്റംബർ 2 മുതൽ 18 വരെ നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിങ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന ചടങ്ങാണ്. ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം മോഹൻലാൽ മാധ്യമ പ്രവർത്തകരെ കാണുമോ, മോഹൻലാൽ പ്രതികരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിലുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നാം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയുടെ സമയം പൂർണ്ണമാവുകയാണ്.